ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് വറുത്തരച്ച ഒരു അടിപൊളി ടേസ്റ്റ് കുറുകിയ ചാറോട് കൂടിയ ചൂരക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഏത് മീൻ വാങ്ങിയാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾ പിന്നെ ഇതേപോലെ തയ്യാറാക്കൂ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്, ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ അടുപ്പിലൊരു ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു മീഡിയം സൈസിലെ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 5-8 ചെറിയുള്ളി ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ഉലുവയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ വറുത്തെടുക്കണം. കരിഞ്ഞൊന്നും പോകരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എളുപ്പം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, വറുത്ത് കരിഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴാണ് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ഏറ്റവും ലോയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഉള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂണോളം ഉള്ള മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മളുടെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചൂടടിച്ച് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കും. നിങ്ങൾ നല്ല രീതിയിലൊന്ന് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് മീൻകറി വെക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ചട്ടിയാണ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു 7-8-10 ചെറിയുള്ളി ഒന്ന് നടുകെ കീറിയതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. കണ്ടോ, ഈ രീതിയിലൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലെ പഴുത്ത തക്കാളി ഇതേപോലെ ഒന്ന് നെടുകെ കീറിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി തക്കാളി ഇതിലിട്ട് നല്ല രീതിയിലൊന്ന് വെന്തുടഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ തക്കാളി നല്ല രീതിയിലൊന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ കുറച്ച് മസാലപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം ഉള്ള കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 കുടംപുളി നല്ല ചൂട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നേ, അത് നമുക്കിതിലേക്ക് ആ വെള്ളം ഉൾപ്പെടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം ഉള്ള നല്ല ചൂട് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ച് ഇനി ഇതൊന്ന് നല്ല രീതിയിൽ തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ, നല്ല രീതിയിൽ തിളച്ച് നമ്മളുടെ ഗ്രേവി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ചൂരയുടെ പീസസ് ഇല്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമക്കിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇത് നല്ല രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, നല്ല രീതിയിൽ മാംസമൊക്കെ വെന്തൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് അരച്ച് റെഡിയാക്കിക്കൊണ്ട് വന്നിരുന്ന ആ ഒരു കോക്കനട്ടിൻ്റെ പേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സി ജാറിലേക്ക് ഞാനൊരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും അത് കലക്കി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഇപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവായിട്ട് തോന്നി, ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് നല്ല രീതിയിലൊരു 5-8 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ ഒന്ന് വറ്റി കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വറുത്തരച്ച മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യേണ്ട റെസിപ്പി കൂടിയാണ്. ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഇരിക്കുന്തോറും കുറച്ചും കൂടെയൊക്കെ ഒന്ന് കുറുകി വരും. നമ്മളുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമേ ഇതിൻ്റെ ഗ്രേവി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.